ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ ക്ലാസ് 2026 അക്ഷര കൈരളി പരീക്ഷാ പതിപ്പിലെ +1 തുല്യത സോഷ്യോളജി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും എക്സാം റിലേറ്റഡ് ക്ലാസ്സുകളും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുകയും ക്ലാസ് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. 1 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 9 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഒരു സ്കോർ വീതമാണ്. ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. സ്വന്തം പ്രയത്നത്തിലൂടെ നേടിയ പദവിയാണ് ഡാഷ്. സ്വന്തം പ്രയത്നത്തിലൂടെ നേടിയ പദവിയാണ് ഡാഷ്. ആൻസർ ആർജിത പദവി. ആൻസർ ആർജിത പദവി. സ്വന്തം പ്രയത്നത്തിലൂടെ നേടിയ പദവിയാണ് ആർജിത പദവി. ക്വസ്റ്റ്യൻ നമ്പർ 2. പിതാവിന്റെ വഴിയിലൂടെ കണക്കാക്കുന്ന പാരമ്പര്യക്രമം ഡാഷ്. പിതാവിന്റെ വഴിയിലൂടെ കണക്കാക്കുന്ന പാരമ്പര്യക്രമം ഡാഷ്. ആൻസർ പിതൃതാവഴി. ആൻസർ പിതൃതാവഴി. പിതാവിന്റെ വഴിയിലൂടെ കണക്കാക്കുന്ന പാരമ്പര്യക്രമം പിതൃതാവഴി. ക്വസ്റ്റ്യൻ നമ്പർ 3. വിവാഹത്തിലൂടെ ഉണ്ടാകുന്ന ബന്ധുത്വം ഏതാണ്? വിവാഹത്തിലൂടെ ഉണ്ടാകുന്ന ബന്ധുത്വം ഏതാണ്? ഓപ്ഷൻസ്: സഗോത്ര ബന്ധുത്വം, വൈവാഹിക ബന്ധുത്വം, ദിശാ കുടുംബം, പ്രത്യുൽപാദന കുടുംബം. ആൻസർ വൈവാഹിക ബന്ധുത്വം. ആൻസർ വൈവാഹിക ബന്ധുത്വം. വിവാഹത്തിലൂടെ ഉണ്ടാകുന്ന ബന്ധുത്വം വൈവാഹിക ബന്ധുത്വം. ക്വസ്റ്റ്യൻ നമ്പർ 4. താഴെ പറയുന്നവയിൽ അനൗപചാരിക സാമൂഹിക നിയന്ത്രണ മാർഗം. ഓപ്ഷൻസ്: പോലീസ്, കോടതി, പൊതുജനാഭിപ്രായം, നിയമസഭ. ആൻസർ പൊതുജനാഭിപ്രായം. താഴെ പറയുന്നവയിൽ അനൗപചാരിക സാമൂഹിക നിയന്ത്രണ മാർഗം പൊതുജനാഭിപ്രായം. ക്വസ്റ്റ്യൻ നമ്പർ 5. സ്വന്തം സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ള സംസ്കാരങ്ങളെ വിലയിരുത്തുന്നതിന് ഡാഷ് എന്ന് പറയുന്നു. സ്വന്തം സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ള സംസ്കാരങ്ങളെ വിലയിരുത്തുന്നതിന് ഡാഷ് എന്ന് പറയുന്നു. ഓപ്ഷൻസ്: സാംസ്കാരിക ചലനമാന്യം, സാർവജനീനത, വംശീയ കേന്ദ്രോന്മുഖത, സാംസ്കാരിക മാറ്റം. ആൻസർ വംശീയ കേന്ദ്രോന്മുഖത. ആൻസർ വംശീയ കേന്ദ്രോന്മുഖത. സ്വന്തം സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ള സംസ്കാരങ്ങളെ വിലയിരുത്തുന്നതിന് വംശീയ കേന്ദ്രോന്മുഖത എന്ന് പറയുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 6. പുതുക്കാനും പുനഃസൃഷ്ടിക്കാനും കഴിയാത്ത പ്രകൃതി വിഭവങ്ങളുടെ അമിതമായ ഉപയോഗം ഡാഷ് കാരണമാകുന്നു. ഓപ്ഷൻസ്: വിഭവശോഷണം, മലിനീകരണം, ആഗോളതാപനം, വായു മലിനീകരണം. ആൻസർ വിഭവശോഷണം. ആൻസർ വിഭവശോഷണം. പുതുക്കാനും പുനഃസൃഷ്ടിക്കാനും കഴിയാത്ത പ്രകൃതി വിഭവങ്ങളുടെ അമിതമായ ഉപയോഗം വിഭവശോഷണം കാരണമാകുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 7. ഒരു ജനസംഖ്യ അല്ലെങ്കിൽ സംഘത്തിന്റെ പ്രത്യേകതകളുടെ പ്രാതിനിധ്യ സ്വഭാവമുള്ള ഒരു ചെറിയ ഭാഗം. ഓപ്ഷൻസ്: പ്രതിപദനം, സാമ്പിൾ, അഭിമുഖം, സർവേ. ആൻസർ സാമ്പിൾ. ഒരു ജനസംഖ്യ അല്ലെങ്കിൽ സംഘത്തിന്റെ പ്രത്യേകതകളുടെ പ്രാതിനിധ്യ സ്വഭാവമുള്ള ഒരു ചെറിയ ഭാഗം സാമ്പിൾ. ക്വസ്റ്റ്യൻ നമ്പർ 8. തൊഴിൽ വിഭജനം എന്ന പുസ്തകം എഴുതിയത് ഡാഷ്. തൊഴിൽ വിഭജനം എന്ന പുസ്തകം എഴുതിയത് ഡാഷ്. ഓപ്ഷൻസ്: DP മുഖർജി, AR ദേശായി, എമൈൽ ദുർക്കീം, GS കുര്യൻ. ആൻസർ എമൈൽ ദുർക്കീം. തൊഴിൽ വിഭജനം എന്ന പുസ്തകം എഴുതിയത് എമൈൽ ദുർക്കീം. ക്വസ്റ്റ്യൻ നമ്പർ 9. ആധുനിക സമൂഹങ്ങളിൽ ഒരു വ്യക്തി പലതരം പദവികൾ വഹിക്കുന്നുണ്ട്. ഇതിനെ ഡാഷ് എന്നറിയപ്പെടുന്നു. ആധുനിക സമൂഹങ്ങളിൽ ഒരു വ്യക്തി പലതരം പദവികൾ വഹിക്കുന്നുണ്ട്. ഇതിനെ ഡാഷ് എന്നറിയപ്പെടുന്നു. ഓപ്ഷൻസ്: പദവിക്കൂട്ടം, പദവിക്രമം, ആരോപിത പദവി, ശുദ്ധി അശുദ്ധി. ആൻസർ പദവിക്കൂട്ടം. ആൻസർ പദവിക്കൂട്ടം. ക്വസ്റ്റ്യൻ നമ്പർ 10. മാതാപിതാക്കളും വിവാഹിതരല്ലാത്ത മക്കളുമുള്ള കുടുംബമാണ് ഡാഷ്. മാതാപിതാക്കളും വിവാഹിതരല്ലാത്ത മക്കളുമുള്ള കുടുംബമാണ് ഡാഷ്. അണുകുടുംബം. ആൻസർ അണുകുടുംബം. 11 മുതൽ 15 വരെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുക. 2 സ്കോർ വീതമാണ്.
ക്വസ്റ്റ്യൻ നമ്പർ 11. ക്ഷേമരാഷ്ട്രത്തിന്റെ രണ്ടു സവിശേഷതകൾ എഴുതുക. ക്ഷേമരാഷ്ട്രത്തിന്റെ രണ്ടു സവിശേഷതകൾ എഴുതുക. ആൻസർ: പൗരന്മാരുടെ സാമൂഹികവും സാമ്പത്തികവും ക്ഷേമം ഉറപ്പാക്കുന്നതിനുമായി പ്രവർത്തിക്കുന്ന രാഷ്ട്രത്തെയാണ് ക്ഷേമരാഷ്ട്രം എന്ന് പറയുന്നത്. പൗരന്മാരുടെ സാമൂഹികവും സാമ്പത്തികവും ക്ഷേമം ഉറപ്പാക്കുന്നതിനായി പ്രവർത്തിക്കുന്ന രാഷ്ട്രത്തെയാണ് ക്ഷേമരാഷ്ട്രം എന്ന് പറയുന്നത്. ക്ഷേമരാഷ്ട്രത്തിന്റെ രണ്ട് സവിശേഷതകൾ: ഒന്ന് ക്രിയാത്മക രാഷ്ട്രമാണ്. സാമൂഹിക നന്മയ്ക്കായി സർക്കാർ സജീവമായി ഇടപെടുകയും വിവിധ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്യുന്നു. അതിനാൽ ക്ഷേമരാഷ്ട്രം ക്രിയാത്മക രാഷ്ട്രമാണ്. 2. ജനാധിപത്യ രാഷ്ട്രം. ജനങ്ങളുടെ അവകാശങ്ങളും ആവശ്യങ്ങളും സംരക്ഷിച്ച് ജനക്ഷേമത്തിനായി പ്രവർത്തിക്കുന്നത് കൊണ്ട് ക്ഷേമരാഷ്ട്രം ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. ക്ഷേമരാഷ്ട്രത്തിന്റെ സവിശേഷതകൾ: 1. ക്രിയാത്മക രാഷ്ട്രമാണ്. 2. ജനാധിപത്യ രാഷ്ട്രമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 12. സാമൂഹിക പ്രക്രിയകൾക്ക് രണ്ട് ഉദാഹരണം നൽകുക. സാമൂഹിക പ്രക്രിയകൾക്ക് രണ്ട് ഉദാഹരണം നൽകുക. ആൻസർ: സാമൂഹിക പ്രക്രിയ മനസ്സിലാക്കാനുള്ള രണ്ട് മാർഗങ്ങൾ: 1. സഹകരണം, 2. സംഘർഷം. 1. സഹകരണം. പൊതു ലക്ഷ്യം കൈവരിക്കാൻ വ്യക്തികളോ ഗ്രൂപ്പുകളോ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സാമൂഹിക പ്രക്രിയയാണ് സഹകരണം. പൊതു ലക്ഷ്യം കൈവരിക്കാൻ വ്യക്തികളോ ഗ്രൂപ്പുകളോ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സാമൂഹിക പ്രക്രിയയാണ് സഹകരണം. 2. സംഘർഷം. വ്യക്തികളോ ഗ്രൂപ്പുകളോ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലം ഉണ്ടാകുന്ന സാമൂഹിക പ്രക്രിയയാണ് സംഘർഷം. വ്യക്തികളോ ഗ്രൂപ്പുകളോ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലമുണ്ടാകുന്ന സാമൂഹിക പ്രക്രിയയാണ് സംഘർഷം. ക്വസ്റ്റ്യൻ നമ്പർ 13. സമസംഘത്തിന്റെ രണ്ട് പ്രാധാന്യം എഴുതുക. സമസംഘത്തിന്റെ രണ്ട് പ്രാധാന്യം എഴുതുക. ആൻസർ: സമസംഘം ഏകദേശം ഒരേ പ്രായക്കാരോ ഒരേ സാമൂഹിക സ്ഥാനമുള്ളവരോ ചേർന്ന് രൂപീകരിക്കുന്ന പ്രാഥമിക സാമൂഹിക സംഘത്തെയാണ് സമസംഘം എന്ന് പറയുന്നത്. ഏകദേശം ഒരേ പ്രായക്കാരോ ഒരേ സാമൂഹിക സ്ഥാനമുള്ളവരോ ചേർന്ന് രൂപീകരിക്കുന്ന പ്രാഥമിക സാമൂഹിക സംഘത്തെയാണ് സമസംഘം എന്ന് പറയുന്നത്. സമസംഘത്തിന്റെ രണ്ട് പ്രാധാന്യങ്ങൾ: 1. സാമൂഹിക കഴിവുകൾ വികസിപ്പിക്കുന്നു. സാമൂഹിക കഴിവുകൾ വികസിപ്പിക്കുന്നു. സഹകരണം, ആശയവിനിമയം, പരസ്പര ബഹുമാനം തുടങ്ങിയ സാമൂഹിക കഴിവുകൾ വളരാൻ സഹായിക്കുന്നു. 2. വ്യക്തിത്വ വികസനത്തിന് സഹായിക്കുന്നു. വ്യക്തിത്വ വികസനത്തിന് സഹായിക്കുന്നു. നല്ല ശീലങ്ങളും മൂല്യങ്ങളും വളർത്താനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. അപ്പോൾ സമസംഘത്തിന്റെ രണ്ട് പ്രാധാന്യങ്ങൾ: 1. സാമൂഹിക കഴിവുകൾ വികസിപ്പിക്കുന്നു. 2. വ്യക്തിത്വ വികസനത്തിന് സഹായിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 14. കുലീനവൽക്കരണം എന്ന പദം വിശദമാക്കുക. കുലീനവൽക്കരണം എന്ന പദം വിശദമാക്കുക. ആൻസർ: കുലീനവൽക്കരണം അല്ലെങ്കിൽ ജെൻട്രിഫിക്കേഷൻ എന്നത് ഒരു നഗരത്തിലെ താഴ്ന്ന വരുമാനക്കാരായ ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശം മധ്യവർഗക്കാരോ ഉയർന്ന വരുമാനക്കാരോ താമസിക്കുന്ന പ്രദേശമായി മാറുന്ന പ്രക്രിയയാണ്. കുലീനവൽക്കരണം അല്ലെങ്കിൽ ജെൻട്രിഫിക്കേഷൻ എന്ന് പറയുന്നത് നഗരത്തിലെ താഴ്ന്ന വരുമാനക്കാരായ ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശം മധ്യവർഗക്കാരോ ഉയർന്ന വരുമാനക്കാരോ താമസിക്കുന്ന പ്രദേശമായി മാറുന്ന പ്രക്രിയയാണ്. ഇതിന്റെ ഫലമായി വീടുകളുടെയും ഭൂമിയുടെയും വില ഉയരുകയും പഴയ താമസക്കാർക്ക് അവിടെ തുടരാൻ പ്രയാസമാവുകയും ചെയ്യുന്നു. ഇതിന്റെ ഫലമായി വീടുകളുടെയും ഭൂമിയുടെയും വില ഉയരുകയും പഴയ താമസക്കാർക്ക് അവിടെ തുടരാൻ പ്രയാസമാവുകയും ചെയ്യുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 15. സമൂഹശാസ്ത്ര സങ്കല്പം എന്ന ആശയം എന്താണ്? സമൂഹശാസ്ത്ര സങ്കല്പം എന്ന ആശയം എന്താണ്? ആൻസർ: സമൂഹശാസ്ത്ര സങ്കല്പം എന്നത് വ്യക്തിപരമായ പ്രശ്നങ്ങളെയും അനുഭവങ്ങളെയും സമൂഹത്തിലെ വിശാലമായ സാമൂഹിക സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്തി മനസ്സിലാക്കുവാനുള്ള കഴിവാണ്. ഈ ആശയം അവതരിപ്പിച്ചത് സി. റൈറ്റ് മിൽസ് ആണ്. സമൂഹശാസ്ത്ര സങ്കല്പം എന്നത് വ്യക്തിപരമായ പ്രശ്നങ്ങളെയും അനുഭവങ്ങളെയും സമൂഹത്തിലെ വിശാലമായ സാമൂഹിക സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്തി മനസ്സിലാക്കുവാനുള്ള കഴിവാണ്.
ഈ ആശയം അവതരിപ്പിച്ചത് സി റൈറ്റ് മിൽസ് ആണ്. 16 മുതൽ 19 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 ഉത്തരം എഴുതുക. 4 സ്കോർ വീതം. ക്വസ്റ്റ്യൻ നമ്പർ 16 എ. സാമൂഹ്യക്രമം നിർവചിക്കുക. സാമൂഹ്യക്രമം നിർവചിക്കുക. ബി. സമൂഹത്തിൽ സാമൂഹ്യക്രമം എങ്ങനെ നിലനിർത്തപ്പെടുന്നു. സമൂഹത്തിൽ സാമൂഹ്യക്രമം എങ്ങനെ നിലനിർത്തപ്പെടുന്നു. ആൻസർ. സാമൂഹ്യക്രമം സമൂഹം സുഗമമായി പ്രവർത്തിക്കാനും സമാധാനവും സ്ഥിരതയും നിലനിർത്താനും സഹായിക്കുന്ന സാമൂഹിക വ്യവസ്ഥയെയാണ് സാമൂഹ്യക്രമം എന്ന് പറയുന്നത്. സമൂഹം സുഗമമായി പ്രവർത്തിക്കാനും സമാധാനവും സ്ഥിരതയും നിലനിർത്താനും സഹായിക്കുന്ന സാമൂഹിക വ്യവസ്ഥയെയാണ് സാമൂഹ്യക്രമം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം ബി. സമൂഹത്തിൽ സാമൂഹ്യക്രമം എങ്ങനെ നിലനിർത്തപ്പെടുന്നു. ആൻസർ. സമൂഹത്തിൽ സാമൂഹ്യക്രമം നിലനിൽക്കുന്നത് 1. ജനങ്ങൾ സാമൂഹിക നിയമങ്ങളും മാനദണ്ഡങ്ങളും പാലിക്കുന്നതിലൂടെ. ജനങ്ങൾ സാമൂഹിക നിയമങ്ങളും മാനദണ്ഡങ്ങളും പാലിക്കുന്നതിലൂടെ സമൂഹത്തിൽ ക്രമവും ഐക്യവും നിലനിൽക്കുന്നു. 2. കുടുംബം, വിദ്യാലയം, മതസ്ഥാപനങ്ങൾ, മാധ്യമങ്ങൾ തുടങ്ങിയ സാമൂഹിക സ്ഥാപനങ്ങൾ സാമൂഹിക മൂല്യങ്ങളും പെരുമാറ്റ രീതികളും വ്യക്തികളിൽ വളർത്തുന്നു. കുടുംബം, വിദ്യാലയം, മതസ്ഥാപനങ്ങൾ, മാധ്യമങ്ങൾ തുടങ്ങിയ സാമൂഹിക സ്ഥാപനങ്ങൾ സാമൂഹിക മൂല്യങ്ങളും പെരുമാറ്റ രീതികളും വ്യക്തികളിൽ വളർത്തുന്നു. പോയിന്റ് 3. ആധിപത്യം, അധികാരം, നിയമം എന്നിവയുടെ സഹായത്തോടെ സാമൂഹിക നിയമങ്ങൾ നടപ്പാക്കുകയും ക്രമം സംരക്ഷിക്കുകയും ചെയ്യുന്നു. ആധിപത്യം, അധികാരം, നിയമം എന്നിവയുടെ സഹായത്തോടെ സാമൂഹിക നിയമങ്ങൾ നടപ്പാക്കുകയും ക്രമം സംരക്ഷിക്കുകയും ചെയ്യുന്നു. പോയിന്റ് 4. സാമൂഹിക നിയന്ത്രണവും ശിക്ഷാ പുരസ്കാര സംവിധാനവും. സാമൂഹിക നിയന്ത്രണവും ശിക്ഷാ പുരസ്കാര സംവിധാനവും ആളുകളെ നിയമങ്ങൾ പാലിക്കാൻ പ്രേരിപ്പിക്കുകയും സാമൂഹ്യ ക്രമം നിലനിർത്തുകയും ചെയ്യുന്നു. ആളുകളെ നിയമങ്ങൾ പാലിക്കാൻ പ്രേരിപ്പിക്കുകയും സാമൂഹ്യ ക്രമം നിലനിർത്തുകയും ചെയ്യുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 17. സാമൂഹ്യ സംഘത്തിന്റെ സവിശേഷതകൾ വ്യക്തമാക്കുക. സാമൂഹ്യ സംഘത്തിന്റെ സവിശേഷതകൾ വ്യക്തമാക്കുക. ആൻസർ. സാമൂഹ്യ സംഘം എന്നത് 2 അതിലധികമോ വ്യക്തികൾ പരസ്പരം ആശയവിനിമയം നടത്തുകയും ഒരേ ലക്ഷ്യത്തിനു വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുകയും പൊതുവായ മൂല്യങ്ങളും നിയമങ്ങളും പങ്കുവെക്കുകയും ചെയ്യുന്ന കൂട്ടമാണ്. സാമൂഹ്യ സംഘം എന്നത് 2 അതിലധികമോ വ്യക്തികൾ പരസ്പരം ആശയവിനിമയം നടത്തുകയും ഒരേ ലക്ഷ്യത്തിനു വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുകയും പൊതുവായ മൂല്യങ്ങളും നിയമങ്ങളും പങ്കുവെക്കുകയും ചെയ്യുന്ന കൂട്ടമാണ്. സാമൂഹ്യ സംഘത്തിന്റെ സവിശേഷതകൾ നോക്കാം. 1. നിരന്തരമായ പാരസ്പര്യം. നിരന്തരമായ പാരസ്പര്യം. അംഗങ്ങൾ തമ്മിൽ തുടർച്ചയായ ആശയവിനിമയവും ഇടപെടലും ഉണ്ടായിരിക്കും. അംഗങ്ങൾ തമ്മിൽ തുടർച്ചയായ ആശയവിനിമയവും ഇടപെടലും ഉണ്ടായിരിക്കും. 2. സുസ്ഥിരമായ മാതൃക. സുസ്ഥിരമായ മാതൃക. സംഘത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു സ്ഥിരമായ ഘടനയും ക്രമവും ഉണ്ടായിരിക്കും. സംഘത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു സ്ഥിരമായ ഘടനയും ക്രമവും ഉണ്ടായിരിക്കും. 3. സംഘബോധം. 3. സംഘബോധം. അംഗങ്ങളിൽ ഐക്യബോധവും നമ്മൾ എന്ന ബോധവും ഉണ്ടായിരിക്കും. അംഗങ്ങളിൽ ഐക്യബോധവും നമ്മൾ എന്ന ബോധവും ഉണ്ടായിരിക്കും. 4. പൊതുലക്ഷ്യം. പൊതുലക്ഷ്യം. അംഗങ്ങൾ ഒരു പൊതുലക്ഷ്യം നേടുന്നതിനായി ഒരുമിച്ച് പ്രവർത്തിക്കും. അംഗങ്ങൾ ഒരു പൊതുലക്ഷ്യം നേടുന്നതിനായി ഒരുമിച്ച് പ്രവർത്തിക്കും. 5. പൊതുവായ വഴക്കങ്ങളും മൂല്യങ്ങളും. പൊതുവായ വഴക്കങ്ങളും മൂല്യങ്ങളും. സംഘത്തിലെ അംഗങ്ങൾ പൊതുവായ മൂല്യങ്ങളും പെരുമാറ്റ രീതികളും പിന്തുടരും. സംഘത്തിലെ അംഗങ്ങൾ പൊതുവായ മൂല്യങ്ങളും പെരുമാറ്റ രീതികളും പിന്തുടരും. 6. നിയന്ത്രിതമായ ഘടന. നിയന്ത്രിതമായ ഘടന. സംഘത്തിൽ നിയന്ത്രണങ്ങളും ചുമതലകളും സ്ഥാനങ്ങളും ഉണ്ടായിരിക്കും. സംഘത്തിൽ നിയമങ്ങളും ചുമതലകളും സ്ഥാനങ്ങളും ഉണ്ടായിരിക്കും. ഇതിൽ ഏതെങ്കിലും സവിശേഷതകൾ എഴുതിയാൽ മതിയാകും. ക്വസ്റ്റ്യൻ നമ്പർ 18. സുസ്ഥിര വികസനം എന്ന ആശയം കൈവരിക്കുന്നതിൽ
സമൂഹത്തിന്റെ പങ്ക് വ്യക്തമാക്കുക. സുസ്ഥിര വികസനം എന്ന ആശയം കൈവരിക്കുന്നതിൽ സമൂഹത്തിന്റെ പങ്ക് വ്യക്തമാക്കുക. ആൻസർ: സാമ്പത്തിക വികസനം, സാമൂഹിക പുരോഗതി, പരിസ്ഥിതി സംരക്ഷണം എന്നിവയ്ക്ക് ഒരുപോലെ പ്രാധാന്യം നൽകി ഇന്നത്തെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനോടൊപ്പം ഭാവി തലമുറയുടെ ആവശ്യങ്ങളും സംരക്ഷിക്കുന്ന വികസനമാണ് സുസ്ഥിര വികസനം. സാമ്പത്തിക വികസനം, സാമൂഹിക പുരോഗതി, പരിസ്ഥിതി സംരക്ഷണം എന്നിവയ്ക്ക് ഒരുപോലെ പ്രാധാന്യം നൽകി ഇന്നത്തെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനോടൊപ്പം ഭാവി തലമുറയുടെ ആവശ്യങ്ങളും സംരക്ഷിക്കുന്ന വികസനമാണ് സുസ്ഥിര വികസനം. സുസ്ഥിര വികസനം കൈവരിക്കുന്നതിൽ സമൂഹത്തിന്റെ പങ്ക് നോക്കാം. 1. പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കുകയും വിവേകപൂർവ്വം ഉപയോഗിക്കുകയും ചെയ്യുക. പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കുകയും വിവേകപൂർവ്വം ഉപയോഗിക്കുകയും ചെയ്യുക. 2. പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കുകയും വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്യുക. പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കുകയും വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്യുക. 3. ജലം, വൈദ്യുതി, ഇന്ധനം തുടങ്ങിയ വിഭവങ്ങൾ പാഴാക്കാതെ ഉപയോഗിക്കുക. ജലം, വൈദ്യുതി, ഇന്ധനം തുടങ്ങിയ വിഭവങ്ങൾ പാഴാക്കാതെ ഉപയോഗിക്കുക. 4. മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുകയും പുനരുപയോഗം, പുനർചംക്രമണം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുകയും പുനരുപയോഗം, പുനർചംക്രമണം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. 5. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറച്ച് പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറച്ച് പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക. 6. ജൈവ വൈവിധ്യവും വനങ്ങളും വന്യജീവികളും സംരക്ഷിക്കുക. ജൈവ വൈവിധ്യവും വനങ്ങളും വന്യജീവികളും സംരക്ഷിക്കുക. 7. പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം വളർത്തുക. പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം വളർത്തുക. 8. പുനരുപയോഗ ഊർജ സ്രോതസ്സുകളായ സൗരോർജം, കാറ്റാടി ഊർജം എന്നിവ പ്രോത്സാഹിപ്പിക്കുക. 8. പുനരുപയോഗ ഊർജ സ്രോതസ്സുകളായ സൗരോർജം, കാറ്റിൽ നിന്നുള്ള ഊർജം എന്നിവ പ്രോത്സാഹിപ്പിക്കുക. പുനരുപയോഗ ഊർജ സ്രോതസ്സുകളായ സൗരോർജം, കാറ്റിൽ നിന്നുള്ള ഊർജം എന്നിവ പ്രോത്സാഹിപ്പിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 19. സംസ്കാരത്തിന്റെ വിവിധ മാനങ്ങൾ അനുയോജ്യമായ ഉദാഹരണങ്ങൾ നൽകി വിവരിക്കുക. സംസ്കാരത്തിന്റെ വിവിധ മാനങ്ങൾ അനുയോജ്യമായ ഉദാഹരണങ്ങൾ നൽകി വിവരിക്കുക. സംസ്കാരത്തിന് 3 മാനങ്ങളുണ്ട്. സംസ്കാരത്തിന് 3 മാനങ്ങളുണ്ട്. 1. ജ്ഞാനാത്മകം, 2. നൈതികം, 3. ഭൗതികം. ജ്ഞാനാത്മകത്തിന്റെ ഉദാഹരണം നോക്കാം. ട്രാഫിക് സിഗ്നലുകളുടെ അർത്ഥം മനസ്സിലാക്കുന്നത്, ദേശീയ പതാക തിരിച്ചറിയുന്നത്, സ്കൂൾ ബെൽ കേൾക്കുമ്പോൾ ക്ലാസ് തുടങ്ങിയോ അവസാനിച്ചോ എന്ന് മനസ്സിലാക്കുന്നത് എല്ലാം ജ്ഞാനാത്മകത്തിന്റെ ഉദാഹരണമാണ്. 2. നൈതികം. നൈതികം ഒരു സമൂഹത്തിലെ അംഗങ്ങളുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്ന മൂല്യങ്ങൾ, നിയമങ്ങൾ, ആചാരങ്ങൾ, വിശ്വാസങ്ങൾ എന്നിവയാണ് നൈതികം. ഉദാഹരണം: മുതിർന്നവരെ ബഹുമാനിക്കൽ, സത്യം പറയൽ, ഗതാഗത നിയമങ്ങൾ പാലിക്കൽ തുടങ്ങിയവ. 3. ഭൗതികം. ഭൗതികം മനുഷ്യൻ നിർമ്മിച്ച് ഉപയോഗപ്രദങ്ങളായ വസ്തുക്കളും ഉപകരണങ്ങളും സാങ്കേതിക വിദ്യയും ഭൗതിക സംസ്കാരത്തിൽ ഉൾപ്പെടുന്നു. മനുഷ്യൻ നിർമ്മിച്ച ഉപയോഗപ്രദമായ വസ്തുക്കളും ഉപകരണങ്ങളും സാങ്കേതിക വിദ്യയും ഭൗതിക സംസ്കാരത്തിൽ ഉൾപ്പെടുന്നു. ഉദാഹരണം: വീടുകൾ, വാഹനങ്ങൾ, യന്ത്രങ്ങൾ, മൊബൈൽ ഫോൺ തുടങ്ങിയവ. ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ഇനിയും ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും എക്സാം റിലേറ്റഡ് ക്ലാസ്സുകളും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുകയും ക്ലാസ് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു എവ്രിവൺ.